നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ പ്രസാദം. ധർമാധർത്ത പ്രഭവതേ ധർമാത് പ്രഭവതേ സുഖം ധർമ്മേണ ലഭതേ സർവം ധർമ്മസാരമിതം ജഗത്. ധർമ്മത്തിൻ്റെ മഹത്വം പറയുന്ന നീതിസാരമാണിത്. ധർമ്മത്തിലൂടെ അർത്ഥം ലഭിക്കുന്നു, ധർമ്മത്തിൽ കൂടി സുഖം ലഭിക്കുന്നു, ധർമ്മത്തിലൂടെ എല്ലാം നേടാവുന്നതാണ്. ഈ ലോകത്തിൽ സത്യമായിട്ടുള്ളത് ധർമ്മം മാത്രമാണ്. ധർമാചരണത്തിൽ കൂടി മറ്റു 3 പുരുഷാർത്ഥങ്ങളായ അർത്ഥം അഥവാ സമ്പത്ത്, കാമം അഥവാ ആഗ്രഹപൂർത്തീകരണം, മോക്ഷം അഥവാ നിത്യാനന്ദം എന്നിവ ലഭിക്കുന്നു. ധർമാനുഷ്ഠാനത്തിലൂടെ സകലതും നേടാൻ ഒരു വിവേകിക്ക് കഴിയും. സ്വധർമ്മത്തെ അനുഷ്ഠിക്കലാണ് യഥാർത്ഥ പൂജ. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ധർമ്മത്തിലാണ്. ധാരണം ചെയ്യുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ ലോകത്തെ നിലനിർത്തുന്നത് എന്തോ അതാണ് ധർമ്മം. 3 ലോകങ്ങളെയും അതിലെ സകല ചരാചരങ്ങളെയും നിലനിർത്തുന്നത് ധർമ്മമാണ്. തുടർന്ന് കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാത്യസോദരോപാധ്യായയുക്തനായൊരു ഭരതകുമാരനും താതശരീരം എണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു. ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദത്വാ തിലോദകം 12 വാസരേ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവുമാദരാൽ. വേദപരായണന്മാരാം ദ്വിജാവലിക്യോദന ഗോധന ഗ്രാമരത്നാംബര ഭൂഷണലേപന താംബൂലപൂഗങ്ങൾ തോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ഇനി രാമായണ ദർശനം. ദശരഥൻ്റെ മരണാനന്തര കർമ്മം വസിഷ്ഠ ഗുരുവിൻ്റെ കാർമ്മികത്വത്തിൽ ഭരതൻ ചെയ്യുന്നു. രാജ്യം അനാഥമായി പോകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് രാജാധികാരം ഏറ്റെടുക്കാൻ വസിഷ്ഠൻ ഭരതനോട് പറയുന്നു. ശ്രീരാമനാണ് രാജാവ്, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കിങ്കരൻ മാത്രം എന്ന് ഭരതൻ പറയുന്ന ധർമ്മബോധത്തെക്കുറിച്ചാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ദുഃഖിതനായിരുന്ന ഭരതനെ തത്വോപദേശം ചെയ്ത് സ്വകർത്തവ്യങ്ങളെ ചെയ്യുന്നതിനായിക്കൊണ്ട് പാകപ്പെടുത്തിയെടുത്തു വസിഷ്ഠ മഹർഷി. ആ ഒരു സന്ദർഭമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും
മിത്രഭൃത്യാമാത്യ സോദരോപാധ്യായയുക്തനായോരു ഭരതകുമാരനും താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാസരെ ഭക്തിയാ കഴിച്ചിതു പിണ്ടവുമാദരാത്. ഗുരുവചനമനുസരിച്ച് വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് യഥാവിധി സംസ്കാരകർമ്മം ചെയ്തു ഭരതൻ. അതുതന്നെ വിസ്തൃതമായി പറയുകയാണ്. മിത്ര, ഭൃത്യ, അമാത്യ, സോദര, ഉപാധ്യായയുക്തനായിട്ട് മിത്രങ്ങളോടും ഭൃത്യന്മാരോടും അമാത്യന്മാർ മന്ത്രിമാരോടും സോദരന്മാരോടും, അവിടെ സോദരനോടും എന്നെടുത്താൽ മതി, ഉപാധ്യായനോടും കൂടെ ചേർന്ന് ഭരതൻ ശ്രാദ്ധ ഊർധ്വദൈഹികമായിരിക്കുന്ന കർമ്മങ്ങളെ മുഴുവൻ ശ്രദ്ധാന്വിതമായി ചെയ്തു. ഇവിടെ വളരെ സംക്ഷേപിച്ചാണ് പറയുന്നത്. ദശരഥൻ്റെ മഹിമയും മറ്റും കീർത്തിച്ചുകൊണ്ട് ഭരതൻ്റെ വിലാപവും വിസ്തൃതമായി ക്രിയകൾ ചെയ്ത രീതികളുമെല്ലാം വാൽമീകി വർണ്ണിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും സംക്ഷേപിച്ച് പറയുകയാണ്. ആദരപൂർവം എണ്ണത്തോണിയിൽ നിന്ന് താതശരീരത്തെ എടുത്ത് കുളിപ്പിച്ച് ദിവ്യങ്ങളായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ആലേപനങ്ങളുമെല്ലാം ചെയ്ത് അലങ്കരിച്ചു. അതിനുശേഷം അഗ്നിഹോത്രാഗ്നിയിൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കുന്നത് പോലെ ആചാര്യനോട് ചേർന്ന് ദാഹക്രിയ ചെയ്തു. പറഞ്ഞതിൻ്റെ താല്പര്യം, ആഹിതാഗ്നിയായിരിക്കുന്ന ആൾ, അഗ്നിഹോത്രം ചെയ്യുന്ന ആൾ തൻ്റെ ഗാർഹപത്യ അഗ്നിയിൽ നിന്ന് കൊളുത്തിയെടുത്ത അഗ്നി കൊണ്ടാണ് അന്ത്യേഷ്ടി സംസ്കാരം ചെയ്യേണ്ടത്. അതേപോലെ ഇവിടെ ദശരഥനെ സംബന്ധിച്ച് മഹാരാജാവാണ്, ക്ഷത്രിയോത്തമനാണ്. ഗാർഹപത്യ അഗ്നി സൂക്ഷിക്കുകയും സ്വയം നിത്യം ഹവനം ചെയ്യുകയും എന്നുള്ളത് രാജാവിനെ സംബന്ധിച്ച് നിർബന്ധമുള്ളതല്ല. വൈദികമായ വീക്ഷണത്തിൽ നിശ്ചയമായും ഗൃഹനാഥൻ അഗ്നിയാണ്, ഗാർഹപത്യ അഗ്നിയാണ്. ആ ഗാർഹപത്യ അഗ്നിയിൽ നിന്ന് കൊളുത്തിയിട്ടാണ് അന്ത്യേഷ്ടി ചെയ്യേണ്ടുന്നത് അഥവാ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനേക യജ്ഞങ്ങളെ യാഗങ്ങളെ വിധിപൂർവകം ചെയ്ത ദശരഥ മഹാരാജാവ് സ്ഥിരമായി അഗ്നികർമ്മങ്ങളെ ചെയ്യിക്കുന്നുണ്ടെന്നും അതിൻ്റെ ഭാഗമായി നിത്യം പരിപാലിക്കപ്പെടുന്ന അഗ്നി ഉണ്ടെന്നും മനസ്സിലാക്കണം. ആ അഗ്നിയിൽ നിന്ന് കൊളുത്തി ഭരതകുമാരൻ ദാഹസംസ്കാരം ചെയ്തു. എല്ലാം വിധിക്കനുസൃതമായി. അനന്തരം ഉദകക്രിയകൾ ചെയ്ത് വിഹിതമായ രീതിയിൽ ദിവസവും ദാനം ചെയ്ത്, പിണ്ടദാനം ചെയ്ത്, തിലോദക ക്രിയകൾ ചെയ്ത് 12ാമത്തെ ദിവസം ആദരപൂർവം പിണ്ടക്രിയ ചെയ്തു. ഈ വിഷയം വളരെ വിശദമായി പ്രതിപാദിച്ചത് വാൽമീകീയ രാമായണത്തിൽ 10 ദിവസത്തിന് ശേഷം പിണ്ടം പൂർത്തിയാക്കി 11ാം ദിവസം അതിനോടനുബന്ധമായ കർമ്മങ്ങൾ ചെയ്ത് 12ാം ദിവസം ദാനവും
മറ്റും ചെയ്ത് ശൗചത്തെ പ്രാപിച്ചു, ആ ശൗചം പൂർത്തിയാക്കി എന്ന് വാൽമീകി വർണ്ണിച്ചിട്ടുണ്ട്. ഇവിടെ അത്ര വിസ്തൃതമല്ലെങ്കിലും 12-ാം ദിവസം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ചെയ്യാനുള്ള ഔർധ്വദൈഹികമായ കർമ്മങ്ങളെല്ലാം ചെയ്ത് 12-ാം ദിവസം പൂർത്തിയാക്കി. വേദപാരായണന്മാരാം ദ്വിജാവലിക്യോദന ഗോധന ഗ്രാമരത്നാംബരഭൂഷണാലേപന താമ്പൂലപൂകങ്ങൾ തോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. അങ്ങനെ പിണ്ടദാനം ചെയ്ത് 12-ാമത്തെ ദിവസം ദാനങ്ങളെ ചെയ്ത് വിശുദ്ധനായത് പറയുകയാണ്. വേദപാരായണന്മാരായ ദ്വിജാവലിക്ക്, ബ്രാഹ്മണോത്തമന്മാർക്ക് ഓദന ഗോധന ഗ്രാമ രത്ന അംബര ഭൂഷണ ആലേപന താമ്പൂലപൂകങ്ങൾ ദാനം ചെയ്തു. അന്നദാനം, അതാണ് ആദ്യം പറഞ്ഞത്. അന്നദാനം, ഗോദാനം, ഗ്രാമങ്ങൾ ദാനം ചെയ്യുന്നു, രത്നങ്ങൾ ദാനം ചെയ്യുന്നു, വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നു, മറ്റ് ആഭൂഷണങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാരങ്ങൾ, അതുപോലെ വെറ്റില, അടയ്ക്ക തുടങ്ങിയവ ഇതെല്ലാം ദാനം ചെയ്ത് സഹോദരനോട് കൂടെ, ശത്രുഘ്നനോട് കൂടെ വീണ് നമസ്കരിച്ച് അവരിൽ നിന്ന് ആശീർവചനവും സ്വീകരിച്ചുകൊണ്ട് ഭരതൻ വിശുദ്ധനായി 12-ാം ദിവസം. അങ്ങനെ ദശരഥൻ്റെ ഔർധ്വദൈഹിക കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. കാനനത്തിൽ നിന്നും ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരാൻ ഭരതൻ തീരുമാനിക്കുന്നു. അമ്മ കൈകൈ ഒഴിച്ച് മറ്റെല്ലാവരും വേണമെന്ന് മാത്രവുമല്ല, ശ്രീരാമൻ മടങ്ങി വരുന്നത് വരെ കഠിനവ്രതം അനുഷ്ഠിക്കണമെന്നും ഭരതൻ പറയുന്നു. തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം. ഇനി സനാതനധർമ്മം. എന്തിലും വിജയം കണ്ടെത്തുക മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. വിജയം ശാശ്വതവും സന്തോഷവും നിറഞ്ഞതായിരിക്കണമെങ്കിൽ അതിനായുള്ള പരിശ്രമത്തിൽ ശ്രദ്ധിക്കാൻ ചിലതുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ സംസാരിക്കുന്നത്. ഓം അമൃതീശ്വരി നമഃ. മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് വിജയമാണ്. പലരും പലതും ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ എല്ലാവരും പൊതുവായ ഒരു അടിസ്ഥാനത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് വിജയമാണ്. ആരും തന്നെ വിജയിക്കേണ്ട എന്ന് വിചാരിച്ച ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടില്ല. മനുഷ്യനെ ഏറ്റവും അധികം കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഒരു വസ്തുത വിജയാഗ്രഹമാണ്. ഇതിനെ സംസ്കൃതത്തിൽ വിജീഗിഷ എന്ന് പറയും, ജയിക്കാനുള്ള ആഗ്രഹം. പണ്ട് കാലത്തൊക്കെ ഗുരുക്കന്മാരെ ശിഷ്യന്മാർ ചെന്ന് വന്ദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇളം തലമുറയിലുള്ളവർ പിതാമഹന്മാരെയും മാതുലന്മാരെയും മാതാപിതാക്കളെയും ഒക്കെ ചെന്ന് നമസ്കരിക്കുമ്പോൾ അവർ നൽകിയിരുന്ന ഒരു ആശീർവാദം നമ്മളെല്ലാവരും പല സ്ഥലത്തും കേട്ട് കാണും. വിജയീ ഭവ എന്നാണ്. അതിൻ്റെ അർത്ഥം വിജയം എല്ലാവരുടെയും അടിസ്ഥാനപരമായ ഒരു ചോദനയാണ്, ഒരു പ്രചോദനമാണ്. ഇതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകത്തിൽ 700-ാമത്തെ ശ്ലോകം, ചില ഭഗവത്ഗീതകളിൽ 701-ാമത്തെ ശ്ലോകം, കാരണം ചില ഭഗവത്ഗീതകളിൽ ഒരു ശ്ലോകം കൂടുതലുണ്ട്. 13-ാം അധ്യായത്തിൽ ഒരു ശ്ലോകം ആദ്യം കൂടുതലായി കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ 700-ാമത്തെ അല്ലെങ്കിൽ 701-ാമത്തെ ശ്ലോകം എന്നാണ്. എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവാ നീതിർ മതിർമമ. എവിടെയാണോ യോഗേശ്വരനായ ശ്രീകൃഷ്ണനും വില്ലാളി വീരനായ അർജുനനുമുള്ളത്, അവിടെ ശ്രീ ഉണ്ടാകും, വിജയമുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, നീതിന്യായം നടപ്പിലാകും. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ വിജയം വളരെ അടിവരയിട്ടുകൊണ്ട് തന്നെ ഈ മഹാഭാരത രചയിതാവ് ഭഗവാൻ വേദവ്യാസൻ ഭഗവത്ഗീതയുടെ ഫലശ്രുതിയായി പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് വിജയം എന്നുള്ളതാണ്. പക്ഷേ എന്താണ് വിജയം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പലർക്കും വ്യക്തമായൊരു കാഴ്ചപ്പാടില്ല. നമ്മൾ വിചാരിക്കുന്നത് എതിരാളികളെ തോൽപ്പിക്കുന്നത് തന്നെയാണ് വിജയമെന്നാണ്. പക്ഷേ എല്ലായ്പ്പോഴും എതിരാളികളെ തോൽപ്പിക്കുന്നതല്ല വിജയം.
ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഭാരത ചരിത്രത്തിൽ ഭാരതത്തെ ഏതാണ്ട് മുഴുവൻ തന്നെ കീഴടക്കിയ ബാദുഷാ അക്ബറെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ അക്ബർക്ക് കീഴടങ്ങാതിരുന്ന ഒരു രജപുത്ര രാജാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആരാണ്? റാണാ പ്രതാപസിംഹൻ. റാണാ പ്രതാപസിംഹൻ്റെ അനുജൻ ശക്തിസിംഹൻ അക്ബറുമായി സന്ധി ചെയ്ത് തൻ്റെ ജ്യേഷ്ഠനെ തന്നെ കീഴടക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രതാപസിംഹൻ ഒരിക്കലും കീഴടങ്ങിയില്ല. അദ്ദേഹം ജീവിതത്തിൽ പരാജിതനായിരുന്നു. കാട്ടിലാണ് അദ്ദേഹം ജീവിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരനായ അക്ബറുടെ കൂടെ ചേർന്ന ശക്തിസിംഹനാണോ യഥാർത്ഥത്തിൽ വിജയിച്ചത്, പ്രതാപസിംഹനാണോ യഥാർത്ഥത്തിൽ വിജയിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? ഉത്തരം പ്രതാപസിംഹനാണ് വിജയിച്ചതെന്ന് പറയും. കാരണം ഭൗതികമായി ബാഹ്യമായി അദ്ദേഹം പരാജിതനായിരുന്നെങ്കിലും ഒരാദർശത്തിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തിന് വിജയം നൽകുന്നു. ഇതേപോലെ തന്നെ വിജയത്തിൻ്റെ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ്. രാമായണത്തിൽ തുളസീദാസൻ പറയുന്നുണ്ട്, രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനുമൊക്കെ ബാലന്മാരായിരുന്ന സമയത്ത് നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾ കളിക്കുമ്പോൾ എപ്പോഴും മറ്റേയാളെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കളിക്കുന്നത്. പക്ഷെ അവിടെ അന്നേ ആ ഇളം പ്രായത്തിലെ ശ്രീരാമൻ തൻ്റെ അനുജന്മാർക്ക് വേണ്ടി തോറ്റു കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ ആ തോൽവിയിൽ അദ്ദേഹം വിജയം കണ്ടെത്തി. അപ്പോൾ വിജയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു മാനസികമായ ചില സങ്കല്പങ്ങൾക്കും കൂടി അനുസരിച്ചാണുള്ളത്. പിന്നെ വേറൊരു കാര്യം വിജയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നത്, വിജയം എങ്ങനെ നേടാൻ സാധിക്കും? വിജയത്തിന് ആദ്യമായി വേണ്ടത് പരിശ്രമം തന്നെയാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷിലെ പ്രസിദ്ധമായ പഴഞ്ചൊല്ല്, ഹാർഡ് വർക്ക് ഈസ് ദ കീ ടു സക്സസ് എന്നുള്ളത്. അതുകൊണ്ടാണ് മലയാളത്തിൽ പ്രസിദ്ധമായൊരു സുഭാഷിതമുണ്ട്, പരിശ്രമിച്ചിടുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. അതായത് നമ്മളുടെ കൈകൾ കൊണ്ട് പ്രയത്നിച്ച് എന്തും കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് മനുഷ്യന് മാത്രം ഇത്ര ദീർഘമായ കൈകൾ നൽകിയിട്ടുള്ളത് എന്നാണ് അർത്ഥം. പക്ഷേ ഈ പരിശ്രമം മാത്രം മതിയോ വിജയം നേടാൻ? മാത്രം പോരാ. കാരണം പലപ്പോഴും പരിശ്രമം കൊണ്ട് കിട്ടിയ വിജയം താൽക്കാലികമാവുകയോ നമുക്ക് തന്നെ ദുഃഖത്തിന് കാരണമാവുകയോ ചെയ്യും. ഏറ്റവും നല്ല ഉദാഹരണം രാവണൻ്റെ വിജയം നോക്കുക. രാവണൻ എല്ലാത്തിലും വിജയിച്ച ആളാണ്, പ്രയത്നിച്ചതിലെല്ലാം നേടിയെടുത്ത ആളാണ്. പക്ഷേ അവസാനം സകല ദിവ്യശക്തികളും ഉണ്ടായിരുന്ന രാവണൻ മനുഷ്യനായ രാമൻ്റെ കൈകളെ കൊണ്ട് തോറ്റു. കാരണം എന്താണ്? രാവണൻ്റെ വിജയം ധർമ്മത്തിനനുസരിച്ചുള്ള വിജയമായിരുന്നില്ല, അത് താൽക്കാലികമായി പോയി. അതേപോലെ തന്നെ ദുര്യോധനൻ്റെ വിജയവും നമുക്ക് കാണാം. അദ്ദേഹം കള്ളച്ചൂത് കളിച്ചിട്ടാണ് പാണ്ഡവന്മാരുടെ പങ്കായ അർദ്ധരാജ്യവും കൂടി തട്ടിയെടുത്തത്. പക്ഷേ ആ രാജ്യം അദ്ദേഹത്തിന് എത്ര നാൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ സാധിച്ചു? അപ്പോൾ പരിശ്രമം മാത്രം പോരാ, നമ്മൾ പരിശ്രമിച്ചത് ഏത് രീതിയിലാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ന്യായമായ രീതിയിലാണോ പരിശ്രമിച്ചത്? അങ്ങനെ നേടുന്ന വിജയം മാത്രമേ ശാശ്വതമായി നമ്മോടൊപ്പം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഈ വിജയത്തിന് വഴിയൊരുക്കുന്ന രണ്ടാമത്തെ ഘടകം നമ്മളുടെ പ്രയത്നങ്ങളിലെ ന്യായാന്യായങ്ങളാണ്. ന്യായമാണ് നമ്മളെ ശരിയായ വിജയത്തിലേക്ക് നയിക്കുക. ന്യായമാർഗത്തിലൂടെയുള്ള വിജയമാണ് യഥാർത്ഥത്തിൽ ശാശ്വതമായ വിജയം. അപ്പോൾ പ്രയത്നം വേണം, ഉദ്ദേശശുദ്ധി വേണം. ഇത് രണ്ട് കാര്യങ്ങൾ വിജയത്തിന് അനിവാര്യമാണ്. ഇനി മൂന്നാമതൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾക്ക് പ്രയത്നം വേണം, കാലം അനുകൂലമായിരിക്കണം, ഈശ്വര കൃപയും വേണം. കാലം അനുകൂലമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രവൃത്തിക്കും ഒരു കാലമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ വിത്തിറക്കുന്ന വയലിൽ അതിനൊരു കാലമുണ്ട്, അതുപോലെ വിളവെടുക്കുന്നതിന് അതിനൊരു കാലമുണ്ട്. അപ്പോൾ ഏതൊരു പ്രവൃത്തിയും ഒരു കാലത്തിനനുസരിച്ച് ചെയ്താലേ വിജയം കിട്ടുകയുള്ളൂ എന്നുള്ളതൊരു വിഷയം. പിന്നെ പ്രയത്നം വേണമെന്നുള്ളൊരു വിഷയം, പിന്നെ ഉദ്ദേശശുദ്ധി വേണമെന്നുള്ളൊരു വിഷയം. ഇനി ഇതിനെല്ലാം അപ്പുറമായി എന്ത് വേണം? കൃപ വേണം. എത്ര പ്രയത്നിച്ചാലും ചിലർ പരാജയപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് വെച്ചാൽ ഏതോ അദൃശ്യമായ ഒരു അനുഗ്രഹത്തിൻ്റെ കുറവ് അവർക്കുണ്ടായിരുന്നു. അതെങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? അതിനെക്കുറിച്ച് നമ്മൾ അധികം വേവലാതിപ്പെടേണ്ട. പക്ഷേ അങ്ങനെ ഒരു ഘടകമുണ്ട് എന്ന് നമ്മൾ ഓർത്തിരുന്നാൽ മതി. പിന്നെ അത് നേടിയെടുക്കാനുള്ള വഴി എന്താണെന്നും പറയാം. നമ്മൾ ആ കൃപയെക്കുറിച്ച് അധികം വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം അത് നമ്മളുടെ കയ്യിൽ മാത്രമുള്ളതല്ല, ഒരു ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു വിശ്വശക്തിയുടെ കയ്യിലുള്ളതാണ്. അതുകൊണ്ടാണ് പ്രസിദ്ധനായ കവി സുഭാഷിതത്തിൽ പറഞ്ഞത്, പ്രയത്നിപ്പതൊന്നേ നമുക്കുള്ള കൃത്യം, പ്രയത്നം ഫലിപ്പിപ്പത ദൈവകൃത്യം. സ്വയം ചെയ്യണം നാം മനുഷ്യപ്രയത്നം, സ്വയത്നം പരാശക്തി സിദ്ധാർത്ഥമാക്കും. നമുക്ക് പ്രയത്നിക്കാൻ മാത്രമേ അർഹതയുള്ളൂ, അല്ലെങ്കിൽ അത്രേ അധികാരമുള്ളൂ. പ്രയത്നം ഫലിപ്പിപ്പത ദൈവകൃത്യം. നമ്മുടെ പ്രയത്നം സഫലമാക്കുന്നത്, വിജയത്തിലെത്തിക്കുന്നത് ഈശ്വരൻ്റെ കൃത്യമാണ്, ഈശ്വരൻ്റെ ജോലിയാണ്. എന്ന് വെച്ച് നമ്മൾ പ്രയത്നിക്കാതിരിക്കരുത്. സ്വയം ചെയ്യണം നാം മനുഷ്യപ്രയത്നം. നമ്മൾ പൂർണ്ണമായും പ്രയത്നിക്കുക. അതിൻ്റെ ഫലമായി സ്വയത്നം പരാശക്തി സിദ്ധാർത്ഥമാക്കും. ആ പരാശക്തി, വിശ്വശക്തി നമ്മുടെ പ്രയത്നത്തെ സഫലമാക്കും, സിദ്ധമാക്കും. നമ്മൾ സ്വയം പ്രയത്നിക്കുന്നതിൻ്റെ കൂടെ തന്നെ
മറ്റുള്ളവരോട് കാരുണ്യവും കൂടി കാണിച്ചാൽ ആ കാരുണ്യം കൃപയായി നമ്മളിലേക്ക് തിരിച്ചു വരികയും നമ്മുടെ പ്രയത്നങ്ങളെ എല്ലാം സഫലമാക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ വിജയത്തിൻ്റെ മറ്റൊരു വിഷയം. പ്രയത്നം വേണം, ഉദ്ദേശശുദ്ധി വേണം, സമയമനുസരിച്ച് ചെയ്യണം, യഥാകാലം ചെയ്യണം, ഈശ്വര കൃപയും കൂടി വേണം. നമ്മുടെ ഈ വിജയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എന്തിനു വേണ്ടിയാണ് നമ്മൾ വിജയം നേടേണ്ടത് എന്നുള്ളൊരു ചോദ്യവും കൂടി നമുക്ക് പരിഗണിക്കാം. നമ്മുടെ വിജയം ധർമ്മത്തിന് വേണ്ടിയുള്ള വിജയമായിരിക്കണം. രാവണൻ്റെ വിജയം പോലെ ആകരുത്, ദുര്യോധനൻ്റെ വിജയം പോലെ ആകരുത്, പാണ്ഡവന്മാരുടെ വിജയം പോലെ ആയിരിക്കണം. അവർ 36 വർഷം തുടർന്ന് ധർമ്മനിഷ്ഠമായ രാജ്യം ഭരിച്ചു. അതുപോലെ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം ഈ ലോകത്ത് രാക്ഷസീയതയെ തുടച്ചു മാറ്റി ഈശ്വരീയതയുടെ, കാരുണ്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ ഒരു രാമരാജ്യമുണ്ടാക്കി. അതുപോലെ ധർമ്മത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ വിജയങ്ങളെല്ലാം ആത്യന്തികമായി ഉപകരിക്കപ്പെടേണ്ടത്. അതുപോലെ നമ്മുടെ സ്വന്തക്കാർക്ക് വേണ്ടിയും കൂടി ആയിരിക്കണം, എനിക്ക് വേണ്ടി മാത്രമാകരുത്. സ്വജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ബന്ധുബാന്ധവർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടിയായിരിക്കണം നമ്മുടെ വിജയം. പിന്നെ ലോകത്തിന് മുഴുവൻ വേണ്ടിയായിരിക്കണം നമ്മുടെ വിജയം. നമ്മുടെ വിജയം എല്ലാവർക്കും പ്രയോജനപ്രദമായിരിക്കണം. ഏറ്റവും അവസാനം നമ്മളുടെ ആത്മമോക്ഷത്തിന് വേണ്ടി കൂടിയായിരിക്കണം. ഈ ലോകത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മുക്തരായി ഈശ്വരനിൽ എത്തിച്ചേരാൻ വേണ്ടിയും കൂടി ഉപയോഗപ്പെടുന്നതായിരിക്കണം നമ്മളുടെ ഓരോരോ വിജയങ്ങളും. ഇങ്ങനെ വിജയത്തെ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിജയം 100% പൂർണ്ണമായിരിക്കും. അതിനുവേണ്ടി നമുക്കല്പം ശ്രദ്ധ കൊടുക്കാം. ഓം അമൃതേശ്വരി നമഃ. സന്ധ്യാദീപം ലക്ഷ്യശുദ്ധിയും കാലവും ഈശ്വരകൃപയും ചേരുമ്പോഴാണ് പ്രയത്നം സഫലമാകുന്നത്. മറ്റുള്ളവരോട് കാണിക്കുന്ന കാരുണ്യം നമ്മളെ ഈശ്വരകൃപയ്ക്ക് അർഹരാക്കുന്നു. തുടർന്ന് ദീപാരാധന. അതിനായി ക്ഷേത്രസന്നിധിയിലേക്ക് പോകാം. ആരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങുന്നതിന് മുൻപ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.